ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. കേരളത്തിന് വേണ്ടി 24,000 കോടി രൂപയുടെ പാക്കേജ്, ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ള 6,000 കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് മാറ്റിവെക്കുക, വിഴിഞ്ഞത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ്, ഇപ്പോഴത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ വന്യമൃഗ ശല്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ധനസഹായം, അതുപോലെ തന്നെ കേരളത്തിന്റെ വിഭവ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ, ഇതുപോലുള്ള നിരവധി ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻകാല ബജറ്റുകളിൽ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേരളം ഉറ്റുനോക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് ദീർഘകാലമായിട്ട് പരിഗണിക്കുമെന്ന് പല രീതിയിലുള്ള ഉറപ്പുകൾ നൽകിയതാണ്. പക്ഷേ ഇതുവരെ അതൊന്നും യാഥാർത്ഥ്യത്തിലായിട്ടില്ല. കേന്ദ്ര സർക്കാരിന് മുന്നിൽ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം അടക്കം കേരളം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തീരശോഷണത്തിന് അടക്കം പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി തുക അനുവദിക്കണം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിനുള്ള പണം നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേക സഹായം വേണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. GST നടപ്പിലാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം ആണ് കേരളം. അതുകൊണ്ട് തന്നെ GST നടപ്പിലാക്കുമ്പോൾ വലിയ നഷ്ടം ആണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നത് ആവശ്യമായി നിലനിൽക്കുന്നുണ്ട്. പ്രവാസി ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണം എന്ന ആവശ്യം ഉൾപ്പെടെ ആണ് സംസ്ഥാന സർക്കാർ ബജറ്റുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എന്ന നിലയിൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യം ആയിരുന്നു പാലക്കാട് കോച്ച് ഫാക്ടറി പ്രതീക്ഷകൾ ഇല്ലാതായതോടെ കാട് പിടിച്ചു കിടക്കുകയാണ് കഞ്ചിക്കോട്ടെ ഏക്കർ കണക്കിന് വരുന്ന പ്രദേശം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. വർഷങ്ങൾക്കിപ്പുറം സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ട് പോലും ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഏറ്റെടുത്ത ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത്. കാടുകയറി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2008-09 ബജറ്റിൽ അന്ന് പദ്ധതിക്ക് അനുമതി ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് 10 വർഷങ്ങൾക്കിപ്പുറമാണ് തീർത്തും പദ്ധതി അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം ഇല്ലാതായി മാറുന്നത്. 2012-13 വർഷത്തെ ബജറ്റിൽ സംയുക്ത സംരംഭമായോ അല്ലെങ്കിൽ BPP-യിലോ പദ്ധതി നടപ്പാക്കാനും റെയിൽവേ അനുമതി നൽകിയിരുന്നു. പിന്നീട് റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചത് ഇനി സംസ്ഥാനത്തിന് ഒരു കോച്ച് ഫാക്ടറി വേണ്ട, നിലവിൽ ഉള്ള കോച്ചുകൾക്ക് ആവശ്യമായ ഫാക്ടറികൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് ഈ സ്വപ്ന പദ്ധതി വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തുകയായിരുന്നു. റെയിൽവേ മന്ത്രി പിന്നീട് MP രാജേഷിന് അയച്ച കത്തിലടക്കം അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അതോടെ പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഈ ഭൂമി കാടുകയറി നശിക്കാൻ തുടങ്ങി. ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരെല്ലാം കോച്ച് ഫാക്ടറിക്കായിട്ട് മുറവിളി കൂട്ടുകയാണ്. ഇനി ഒരു കോച്ച് ഫാക്ടറി വീണ്ടും പാലക്കാടിന് ലഭ്യമാവുന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിന് പകരം ലോജിസ്റ്റിക്സ് പാർക്ക്, പാലക്കാടിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ലോജിസ്റ്റിക്സ് പാർക്കാണ്. ആ സ്ഥലം അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. റെയിൽവേ ലൈനിൻ്റെ സാമീപ്യമുണ്ട്, കൊച്ചിയായിട്ടും അതുപോലെ തന്നെ തിരുപ്പൂരുമായിട്ടുള്ള സാമീപ്യം. 1982 ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി ഈ പാലക്കാട് കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി അല്ലെങ്കിൽ കോച്ച് ഫാക്ടറി എന്ന ഒരു വാഗ്ദാനം പാലക്കാടിന് നൽകുന്നത്. പിന്നീട് അനുമതി ലഭിച്ചിട്ട് പോലും മാറി മാറി വന്ന ഒരു സർക്കാരിനും അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയില്ല. ഈ കഞ്ചിക്കോടിന് ശേഷം ബാക്കി സംസ്ഥാനങ്ങളിൽ വന്ന പ്രഖ്യാപനം എല്ലാം പൂർണ്ണമായും അത് നടപ്പാക്കി കഴിഞ്ഞു. എന്നിട്ടും പാലക്കാടിന് മാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് ചുറ്റുമതിൽ മാത്രം 6.94 കോടി രൂപ ചെലവഴിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫാക്ടറി വരികയാണെങ്കിൽ 10,000-ലധികം പേർക്ക് തൊഴിൽ, അതുപോലെ ദക്ഷിണ മേഖലയ്ക്ക് ആവശ്യമായ റെയിൽവേ കോച്ചുകളുടെ നിർമ്മാണത്തിലൂടെ കഞ്ചിക്കോടിനെ റെയിൽവേ ഭൂപടത്തിലെ ഹബ്ബാക്കി മാറ്റൽ, ഫാക്ടറിയുടെ ഭാഗമായി കോയമ്പത്തൂർ, പാലക്കാട് മേഖലകളിൽ അനുബന്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ക്ലസ്റ്ററുകൾ തുടങ്ങി പല വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പല സ്വപ്നങ്ങളും കേരളത്തിന് പാലക്കാടിന് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല. വർഷങ്ങൾക്കിപ്പുറവും ഈ ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമി അതിപ്പോഴും കാട് കയറി അല്ലെങ്കിൽ കാട്ടാന ശല്യം അടക്കം രൂക്ഷമായി അത്തരം ഒരു മേഖല മാത്രമായി അവശേഷിക്കുകയാണ്.
നിലവിലും ഭാവിയിലും ആവശ്യമായ കോച്ച് ഫാക്ടറികൾ ഇന്ത്യയിലുണ്ടെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കുമ്പോൾ ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ ഇനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനുവേണ്ടിയാണ് ഇനി പ്രയത്നിക്കേണ്ടതും. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. കാലങ്ങളായി ബജറ്റ് അവതരണ ഘട്ടത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭൂപ്രദേശം ആണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്നത് കേരളം സ്വപ്നം കണ്ട പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി ഏതാണ്ട് നിലച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോഴിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി നിർമ്മല സീതാരാമൻ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ആണ്. രാഷ്ട്രപതി ഭവനിൽ നിർമ്മല സീതാരാമനും സഹമന്ത്രിയും എത്തിയതിന്റെ ധനസഹമന്ത്രിയും എത്തിയതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ധനമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത്. അതിനുശേഷം പിന്നീട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് തിരിക്കുകയും കേന്ദ്ര ക്യാബിനറ്റ് ചേരുകയും ക്യാബിനറ്റ് ഈ ബജറ്റിന് അനുമതി നൽകുകയും ചെയ്യും. പിന്നീടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 8ാമത്തെ ബജറ്റ് ആണ്. ദ്രൗപദി മുർമുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക നയം, അല്ലെങ്കിൽ സാമ്പത്തികമായി രാജ്യം എങ്ങനെയാണ് പണം വിനിയോഗിക്കപ്പെടേണ്ടത് എന്നതടക്കം നിശ്ചയിക്കുമ്പോൾ അതിൽ 2 വനിതകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് ഇന്ത്യയുടെ പ്രഥമ വനിത രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു, മറ്റൊന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന രാജ്യം കൂടിയാണ് നമ്മുടേത്. അവിടെയാണ് 2 വനിതകൾ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന രാജ്യത്തിൻ്റെ തന്നെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രഥമ വനിത ദ്രൗപദി മുർമുവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തുന്ന കൂടിക്കാഴ്ച ബജറ്റുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ് ആണ്. ബജറ്റിനെ സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് രാഷ്ട്രപതിയുമായി പങ്കുവയ്ക്കുന്നത്. എന്തായാലും രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത സാങ്കേതിക നടപടി എന്നത് ബജറ്റിന് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ടതാണ്, അനുമതി നൽകേണ്ടതാണ്. അല്പസമയത്തിനകം കേന്ദ്ര